ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ കൂടെയൊക്കെ ഒരു സ്ഥിര വരുമാനം അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം സ്ട്രീം ഒക്കെ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ടേമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്, അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നും, എന്നാലും നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്തായാലും ഇൻഫോർമേറ്റീവ് ആവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ആദ്യം എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ മറ്റുള്ള ഒരാൾക്ക് റെഫർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെയിൽസിൽ നിന്ന് വരുന്ന ഒരു കമ്മീഷനാണ്. ആ ഒരു മെത്തേഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു കമ്മീഷൻ കിട്ടുന്ന ഒരു ബിസിനസ് മോഡൽ. അത് വലിയ വലിയ കമ്പനികൾ മുതൽ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ വരെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. കാരണം അതെന്താ വെച്ചാൽ ഏറ്റവും ഉപയോഗപരമായിട്ടുള്ള, അതായത് കമ്പനികൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മെത്തേഡാണ്. കാരണം ഒരുപാട് യൂസർ ജനറേറ്റഡ് കണ്ടന്റുകൾ ഉണ്ടാവും. ആളുകൾ ഒരുപാട് അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് വീഡിയോസും കണ്ടന്റൊക്കെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ പെയ്ഡ് ആഡ്സിനേക്കാളും മറ്റ് മാർക്കറ്റിംഗ് മെത്തേഡുകളെക്കാളൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള, കമ്പനികൾക്ക് ഗുഡ് വില്ല് കിട്ടുന്ന ഒരു മാർക്കറ്റിംഗ് മെത്തേഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ആമസോൺ അഫിലിയേറ്റ്സ് ആണ് കൂടുതൽ പേരും ചെയ്യാറ്. ആമസോൺ അഫിലിയേറ്റിൽ നിങ്ങൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് റെഫർ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എവിടെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കമ്മീഷൻസ് വളരെ കുറവായിരിക്കും. ചെറിയൊരു പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് കമ്മീഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രോപ്പർ ആയിട്ടുള്ള, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോ മാസവും ഒരുപാട് സെയിൽ ചെയ്യേണ്ടി വരും. അതൊരു ഇൻഫ്ലുവൻസർ ലെവൽ റീച്ചോ അല്ലെങ്കിൽ അത്രയും അധികം ഓഡിയൻസ് ഒക്കെ ഉള്ള ആളുകൾക്കാണ് അത് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിട്ട് വരാം. എന്നാൽ നിങ്ങൾക്ക് അത്രയും ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയധികം ഫോളോവേഴ്സോ കണ്ടന്റിന് റീച്ചോ ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്തിട്ട് ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാവുന്ന സമയത്ത് കമ്പനിക്ക് അത് ഓരോ തവണ ആളുകൾ പർച്ചേസ് ചെയ്യുമ്പോഴും അവർക്ക് പ്രത്യേകം എക്സ്പെൻസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെറിയ എക്സ്പെൻസുകളോ വരുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ, അതായത് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകൾ പോലെയുള്ള സോഫ്റ്റ്വെയർസോ അല്ലെങ്കിൽ സർവീസുകളോ ഇതുപോലെയുള്ള കമ്പനികൾ എന്ത് ചെയ്യും, ആളുകൾക്ക് 60%, 70% ഒക്കെ കമ്മീഷൻ കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമസോണിൽ നിങ്ങൾ ഒരുപാട് സെയിൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റവന്യൂ തന്നെ ഇതിൽ 2-3 സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. കാരണം ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ്, ഒരു ഷർട്ട് ഞാൻ റെഫർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3% അല്ലെങ്കിൽ ഒരു 5% ആയിരിക്കും. ഇപ്പോൾ 1000 റുപ്പീസാണ് ഞാൻ ഷർട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ 50 റുപ്പീസ് ഒക്കെയാണ് കമ്മീഷനായിട്ട് വരിക. ഇതിന് പകരം നിങ്ങൾ ഒരു 1000 റുപ്പീസിൻ്റെ സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ സെല് ചെയ്യുന്നതെങ്കിൽ 600 to 700 റുപ്പീസ് ഒക്കെ നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ജനറേറ്റ് ചെയ്യും. ഇതിൽ തന്നെ ഏറ്റവും വലിയ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് സെല് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ക്യാപ്കട്ടോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ, ക്യാൻവ പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞു വരുന്നതാണ്. സാധാരണ നിങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള സോഫ്റ്റ്വെയറുകളല്ലേ. ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻസ് സെല് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ 1000 റുപ്പീസിന് 400 to 600, 700 റുപ്പീസ് ഉള്ളത് നിങ്ങൾക്കൊരു വൺ ടൈം അല്ലാതെ ഓരോ മാസം കസ്റ്റമർ അത് റിന്യൂ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കമ്മീഷനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് റിക്കറിംഗ് ബേസ്ഡ് അഫിലിയേറ്റ് മോഡൽ, ഹൈ ടിക്കറ്റ് അഫിലിയേറ്റ് മോഡൽ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം. അത് തന്നെ കുറച്ചുകൂടെ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ, അതായത് സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷൻസ് തന്നെ 10,000, 20,000 ഒക്കെ മന്ത്ലി പേ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പോൾ ക്ലിക്ക് ഫണൽസ്, ഗോ ഹൈ ലെവൽ, പിന്നെ ഷോപ്പിഫൈഡ് പ്രീമിയം പ്ലാൻസ്, ഇതൊക്കെ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസാണ്. ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 40 to 50 അല്ലെങ്കിൽ 60%, ഇപ്പോൾ ഗോ ഹൈ ലെവലിൻ്റെ ബേസിക് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 9,000 റുപ്പീസിലാണ്. അതിൽ നമ്മൾ ഒരു സിംഗിൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 4,000 റുപ്പീസ് നിങ്ങൾക്ക് കമ്മീഷനായിട്ട് വരും. അത് സബ്സ്ക്രിപ്ഷൻ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ഒരു സെയിലിൽ നിന്ന് ഈ 4,000 എന്നുള്ളത് എല്ലാ മാസവും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു 10 സെയിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു 40,000 റുപ്പീസ് നിങ്ങൾക്ക് റിക്കറിംഗ് ആയിട്ട് എല്ലാ മാസവും ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ആയിട്ട് വരുന്നത്. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സോഫ്റ്റ്വെയർസ് സെല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിക്കറിംഗ് റവന്യൂ ആയിട്ട് നിങ്ങൾക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് കോമ്പൗണ്ട് ചെയ്ത് ഒരു നല്ല ഒരു റവന്യൂ സ്ട്രീം ആയിട്ട് വരും. ഇത് ഒരു 10 സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സോ കാര്യങ്ങളോ ആവശ്യമില്ല. ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി, ഒരു പ്രോപ്പർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് വേണ്ടത്.
ഇപ്പോൾ ഇതുപോലെയുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ അഫിലിയേറ്റ് സിസ്റ്റംസ് ഒക്കെ ബിൽഡ് ചെയ്യാനോ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങുമായിട്ട് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം, നമുക്ക് സിസ്റ്റംസും ബിൽഡ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞത് കുറച്ച് ക്ലിയർ ആയെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലോ വാട്സപ്പിലോ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ.